viewers, welcome back to Xylem Learning. Niyamis ആണ്. സോ എന്റെ മക്കൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് മിസ് എന്ന വീഡിയോയിൽ എടുത്തിട്ടുള്ളത്. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരുപാട് ഷിഫ്റ്റുകൾ ഉണ്ട് അല്ലെ. ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ്, സപ്ലൈയിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ്, ഡിമാൻഡും സപ്ലൈയും ഒരുമിച്ച് മാറുന്നു, അവർ വേറെ വേറെ മാറുന്നു. അങ്ങനെ ഒരുപാട് ഷിഫ്റ്റുകൾ നമുക്കുണ്ട്. എങ്ങനെയൊക്കെ പഠിച്ചാലും, എത്ര ട്രിക്കിലൂടെയും ടിപ്പിലൂടെയും ഒക്കെ പഠിച്ചാലും നമുക്ക് കുറച്ചൊക്കെ പാടായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്, കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഭാഗം തന്നെയാണ്. സോ ആ ഭാഗം ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ എന്റെ മക്കൾ എല്ലാവരും വെറുതെ വീഡിയോ കണ്ട് ഓക്കെ എന്ന് പറഞ്ഞു പോകാതെ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്ത് ഒന്ന് വരച്ച് നോക്കുക, ഒന്ന് എഴുതി നോക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ തലയിൽ കയറുള്ളൂ. ഇത് വെറുതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിൽ കയറില്ല. ഇത് വരച്ച് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ കയറുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഡയറക്റ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്, ഡിമാൻഡ് അങ്ങോട്ട് മാറുന്നു, എങ്ങനെ ഉണ്ടായോ ഡയഗ്രാം, അല്ലെങ്കിൽ എന്താണ് ഇക്വിലിബ്രിയം പ്രൈസിലും ക്വാണ്ടിറ്റിയിലും സംഭവിക്കുന്നത്. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ചോദ്യം ചോദിക്കുക, ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ചോദ്യം ചോദിക്കുക. അങ്ങനെ ഒരു സാമ്പിൾ 2 ക്വസ്റ്റ്യൻസ് മിസ് ഈ വീഡിയോയിൽ സോൾവ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ മൊത്തത്തിൽ കാണുക, മൊത്തത്തിൽ കണ്ട് യൂട്യൂബ് ഓഫാക്കി പോയി കിടന്ന് ഉറങ്ങാതെ നോട്ട്ബുക്ക് എടുത്ത് കൃത്യമായിട്ട് വരച്ച് കൂടെ പഠിക്കുക. അപ്പൊ നമുക്ക് അധികം സമയമില്ല, പബ്ലിക് എക്സാമിൽ നമുക്ക് ഫുൾ മാർക്ക് നേടണ്ടേ. സോ അടിപൊളിയായിട്ട് എങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചാലും, എന്തൊക്കെ വളച്ചും തിരിച്ചും ഒക്കെ ചോദിച്ചാലും കണ്ടന്റ് സെയിം ആണല്ലോ. അപ്പൊ കണ്ടന്റ് അറിഞ്ഞിരുന്നാൽ എങ്ങനെയും ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി പറ്റില്ലേ. അപ്പൊ കൃത്യമായിട്ട് കണ്ടന്റ് പഠിക്കുക എന്നുള്ളതാണ് മക്കളുടെ കാര്യം. സോ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ഫസ്റ്റ് ഡിമാൻഡിൽ ഉണ്ടാവുന്ന ഷിഫ്റ്റുകളാണ്. എന്തൊക്കെ കൊണ്ടാണ് ഡിമാൻഡിൽ ഷിഫ്റ്റ് ഉണ്ടാവുന്നത്, എന്തൊക്കെ കൊണ്ടാണ്? നോൺ പ്രൈസ് ഫാക്ടേഴ്സ് ആണ്. പ്രൈസ് അല്ലാത്ത വേറെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? കൺസ്യൂമറിന്റെ ഇൻകം, അല്ലെങ്കിൽ പ്രൈസ് ഓഫ് അതർ റിലേറ്റഡ് കമ്മോഡിറ്റീസ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും. ആ കൺസ്യൂമറുടെ, ഉപഭോക്താവിന്റെ ടേസ്റ്റും പ്രിഫറൻസും അനുസരിച്ചും എന്ത് മാറാം, ഡിമാൻഡിൽ ഷിഫ്റ്റുകൾ ഉണ്ടാകാം. സോ ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡിമാൻഡ് കർവ് റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്, സപ്ലൈ സെയിം ആണ്. എന്താണ്? ഡിമാൻഡ് കർവ്, ഡി കർവ് എന്ത് ചെയ്യാണ്? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. എന്ത് ചെയ്യാണ്? സപ്ലൈ എന്താണ്? സപ്ലൈ റിമൈൻസ് ദ സെയിം ആണ്. നോക്കിക്കേ, ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നോക്കിക്കേ മക്കളെ. ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് കണ്ടോ, മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. കണ്ടോ, ആദ്യത്തെ ഇക്വിലിബ്രിയം, ആദ്യത്തെ ഡിമാൻഡ് ഇതായിരുന്നു, ആദ്യത്തെ സപ്ലൈ ഇതായിരുന്നു. ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്, ഇതാണ് ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഡിമാൻഡ് മുകളിലേക്ക് ഉയർന്നു. പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് ഫോം ചെയ്തു. E1 എന്നാണ് ഇക്വിലിബ്രിയം പോയിന്റിന്റെ പേര്. പുതിയ ഇക്വിലിബ്രിയം പ്രൈസ് P1 ആണ്, പുതിയ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി Q1 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ഡിമാൻഡ് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? പ്രൈസും കൂടി, ക്വാണ്ടിറ്റിയും കൂടി. എന്താ സംഭവിച്ചത്? ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി വിൽ ഇൻക്രീസ്. ഇതൊരു കോഡിലൂടെ മിസ് പറഞ്ഞുതരാം. DD R ഇൻക്രീസ്, DDR ഇൻക്രീസ് എന്ന് ആലോചിച്ചത്. ഡിമാൻഡ് കർവ് റൈറ്റിലോട്ടാണെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസും കൂടും, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കൂടും. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. DDR ഇൻക്രീസ്. ഡിമാൻഡ് കർവ് റൈറ്റിലേക്കാണെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസും കൂടും, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കൂടും. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്കാണെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കിക്കേ, ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. നോക്കിക്കേ, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ആദ്യത്തെ ഡിമാൻഡ് ഇതാണ്, ആദ്യത്തെ സപ്ലൈ ഇതാണ്, ആദ്യത്തെ ഇനീഷ്യൽ ഇക്വിലിബ്രിയം പോയിന്റ് ഇതാണ്, ഇക്വിലിബ്രിയം പ്രൈസ് ഇതായിരുന്നു, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇതായിരുന്നു. ഡിമാൻഡ് കർവ് ലെഫ്റ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതായത് നോക്കിക്കേ, താഴോട്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് നോക്കിക്കേ, ഇക്വിലിബ്രിയം പ്രൈസ് ഇതായി, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇതായി. സോ പ്രൈസ് എന്ത് ചെയ്തു? കുറഞ്ഞു, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും ഇവിടെ കുറഞ്ഞു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഡിമാൻഡ് കർവ് ലെഫ്റ്റിലോട്ടാണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസും കുറയും, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കുറയും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആറും എല്ലും. ലെറ്റർ ആർ എന്ന് പറയുന്നത് എല്ലിനേക്കാളും മുകളിലുള്ള ലെറ്റർ അല്ലേ. അതായത് ലെറ്റർ ആർ എന്ന് പറയുന്നത് 18ാമത്തെ ആൽഫബറ്റ് ആണ്. സോറി, ലെറ്റർ ആർ എന്ന് പറയുന്നത് 18ാമത്തെ ആൽഫബറ്റ് ആണ്. അതുപോലെ ലെറ്റർ എൽ എന്ന് പറയുന്നത് 12ാമത്തെ ആൽഫബറ്റ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, 18 ആണോ 12 ആണോ കൂടുതൽ? 18 ആണ് കൂടുതൽ. സോ 6 ആയിരിക്കും എന്ത്, മുകളിലേക്ക് വരുന്നത്. സോ ഡിമാൻഡ് കർവ് 6 റൈറ്റിലേക്കാണെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസും കൂടും, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കൂടും. ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്കാണെങ്കിലോ രണ്ടുപേരും കുറയും. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടുപേരും കുറയും എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡിന്റെ ഒരുവിധം ഭാഗം നിങ്ങൾ ക്ലിയർ ആക്കി എന്നർത്ഥം. ഇതുവരെ വളരെ വളരെ ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സപ്ലൈയുടെ ഭാഗത്തേക്ക് പോകാം. സപ്ലൈ കുറച്ചുകൂടെ സിമ്പിൾ ആണ്. സപ്ലൈ കുറച്ച് തലതിരിഞ്ഞിരിക്കുന്ന ആളാണ്. ഡിമാൻഡ് കർവ് എല്ലാം നല്ല ടീക്കായിട്ടുള്ള ആളാണെന്ന് ആലോചിക്കുക. സപ്ലൈ കർവ് ഒരു തലതിരിഞ്ഞ ആളാണെന്ന് വിചാരിക്കാം. ദ സപ്ലൈ കർവ് ഷിഫ്റ്റ് റൈറ്റ് വേർഡ്. സപ്ലൈ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഡിമാൻഡിന് ഒരു മാറ്റമില്ല, ഡിമാൻഡ് സെയിം ആണ്.
സോ അങ്ങനെ ഡിമാൻഡ് സെയിം ആയിരിക്കെ സപ്ലൈ റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. റൈറ്റ് എന്ന് പറയുമ്പോൾ സപ്ലൈ താഴേക്കാണ്, ഡൗൺവേർഡ് ഷിഫ്റ്റ് ആണ് സംഭവിക്കുന്നത്. സോ സപ്ലൈ താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇതായിരുന്നു ഇനീഷ്യൽ ഫസ്റ്റ് ഡിമാൻഡ്, ഇതായിരുന്നു ഫസ്റ്റ് സപ്ലൈ, ഇതായിരുന്നു ആദ്യത്തെ ഇക്വിലിബ്രിയം പോയിന്റ്, ഇതായിരുന്നു ഇക്വിലിബ്രിയം പ്രൈസ്, ഇതായിരുന്നു ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. നിങ്ങൾ നോക്കിക്കഴിഞ്ഞേ സപ്ലൈ താഴേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്കും പ്രൈസ് ഇതേ നോക്കിക്കേ താഴോട്ട് കുറഞ്ഞു. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി നോക്കിക്കേ, പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് ഇത് എവിടെ ഫോം ചെയ്തു, പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് ഇതാണ്. സോ ഇതാണ് ഇക്വിലിബ്രിയം പ്രൈസ്, ഇതാണ് ഇപ്പൊ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇവിടെ കൂടി, ഇക്വിലിബ്രിയം പ്രൈസ് ഇവിടെ കുറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, സപ്ലൈക്ക് എന്തിനാ ഇഷ്ടമല്ല, പ്രൈസിന് ഇഷ്ടമല്ലെന്ന് ആലോചിക്കുക, ഇക്വിലിബ്രിയം പ്രൈസിന് ഇഷ്ടമല്ലെന്ന് ആലോചിക്കുക. പ്രൈസും സപ്ലൈയും എന്താണ്, സപ്ലൈയും പ്രൈസും എന്ന് പറയുന്നത് അവര് ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. പ്രൈസ് കൂടുമ്പോൾ സപ്ലൈയും കൂടും, അത് വേറെ കാര്യം. ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസിനെ പറ്റിയാണ് പറയുന്നത്. ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് ആലോചിച്ച് വെക്കുക, സപ്ലൈക്ക് ഇക്വിലിബ്രിയം പ്രൈസിന് ഇഷ്ടമല്ല. സപ്ലൈ കൂടിയാല് അല്ലെങ്കിൽ സപ്ലൈ റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ എപ്പോഴും ഇക്വിലിബ്രിയം പ്രൈസ് കുറയും. ആലോചിച്ച് നോക്കിക്കേ, സപ്ലൈ റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താല് ഇക്വിലിബ്രിയം പ്രൈസ് എന്ത് ചെയ്യും, കുറയും. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കൂടും. സോ സപ്ലൈ റൈറ്റ് വേർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും മക്കളെ, സപ്ലൈ റൈറ്റ് വേർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസ് കുറയും, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കൂടും. കത്തിയോ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്താ സംഭവിച്ചത്, സപ്ലൈ കർവ് റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സപ്ലൈക്ക് എന്തിനെ ഇഷ്ടമല്ല, ഇക്വിലിബ്രിയം പ്രൈസിന് ഇഷ്ടമല്ല. സോ സപ്ലൈ റൈറ്റ് വേർഡിലേക്ക് പോകുമ്പോൾ ആര് കൂടെ വരില്ല, ഇക്വിലിബ്രിയം പ്രൈസ് അപ്പുറത്തേക്കാണ് പോവുക, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആയിരിക്കും കൂടുതൽ വരിക. സോ സപ്ലൈ കർവ് റൈറ്റ് വേർഡ് ആണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസ് കുറയും, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കൂടും. ഒന്ന് പഠിച്ചു വെച്ചാൽ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അടുത്തത്. ഇനി സപ്ലൈ ലെഫ്റ്റ് വേർഡിലേക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നോക്കേണ്ട കാര്യമുണ്ടോ? സിമ്പിൾ ആണ്. എന്താ സംഭവിക്കുക, സപ്ലൈ കർവ് ലെഫ്റ്റ് വേർഡിലേക്കാണെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസ് ആയിരിക്കും കൂടുക, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, കുറയും. സിമ്പിൾ അല്ലേ? ജസ്റ്റ് ഓപ്പോസിറ്റ്, നമ്മൾ നേരത്തെ പഠിച്ചാൽ ജസ്റ്റ് ഓപ്പോസിറ്റ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും ഇനീഷ്യൽ സപ്ലൈ, ഇനീഷ്യൽ ഡിമാൻഡ്, ഇക്വിലിബ്രിയം പോയിന്റ് ഇതാണ്. ഇക്വിലിബ്രിയം പോയിന്റ് നോക്കിക്കേ, ഇക്വിലിബ്രിയം പോയിന്റ് ഇതാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്താ അവിടെ സംഭവിക്കുന്നത്. മക്കളെ നോക്കിക്കേ, ഡിമാൻഡും സപ്ലൈയും റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇക്വിലിബ്രിയം പ്രൈസ് അവിടെ നിന്ന് അനങ്ങുന്നില്ല, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കൂടും. കണ്ടോ, ഇക്വിലിബ്രിയം പ്രൈസിന് ഒരു മാറ്റം ഉണ്ടോ? ഒരു മാറ്റവും ഇല്ല. എന്താ സംഭവിക്കുന്നത്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി മാത്രമാണ് മാറുന്നത്. നിങ്ങളത് വരച്ചു നോക്കിയാൽ മതി, വരച്ചു നോക്കിയാൽ കൃത്യമാണ് നിങ്ങൾക്ക് കിട്ടും. രണ്ടും റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കൃത്യമായിട്ട് വരച്ചു നോക്കുക. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, മനസ്സിലാവുകയും ചെയ്യും. അടുത്തത്, ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് ഷിഫ്റ്റ് ലെഫ്റ്റ് വേർഡ്, ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പൊ രണ്ടുപേരും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന നമ്മൾ പഠിച്ചു. അവിടെ പ്രൈസ് മാറുന്നില്ല, ക്വാണ്ടിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, കൂടുന്നത്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. എന്താ നടക്കുന്നത്, ഇക്വിലിബ്രിയം പ്രൈസിന് ഒരു മാറ്റവുമില്ല, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കുറയും. ഓക്കെ, ഒന്ന് പഠിച്ചു വെച്ചാൽ അടുത്തത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമെന്ന് ഓർത്തു വെക്കുക. എന്താ സംഭവിക്കുന്നത്, ഡിമാൻഡും സപ്ലൈയും ലെഫ്റ്റ് വേർഡിലേക്ക് ഒരുമിച്ച് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം പ്രൈസ് എന്ത് ചെയ്യില്ല, അനങ്ങില്ല, അൺചേഞ്ച്ഡ് ആയിരിക്കും. ബട്ട് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിക്ക് എന്ത് സംഭവിക്കും, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, കുറയും. നോക്കിക്കേ, ഇതാണ് ഫസ്റ്റ് ഡിമാൻഡ്, ഇതാണ് ഫസ്റ്റ് സപ്ലൈ, ഈ ആണ് ഫസ്റ്റ് ഇക്വിലിബ്രിയം പോയിന്റ്, പി കണ്ടോ, ക്യൂ കണ്ടോ, ഫസ്റ്റ് ഇക്വിലിബ്രിയം ആണ്. അതിനുശേഷം ഡിമാൻഡും സപ്ലൈയും ലെഫ്റ്റ് വേർഡിലേക്ക്, ഇതാ കണ്ടല്ലോ. അപ്പം ഇവർ തമ്മിൽ കൂട്ടിമുടുന്ന പോയിന്റ്, പുതിയ ഡിമാൻഡും പുതിയ സപ്ലൈയും, ഈ ചുവന്ന വരെയാണ് ഇവർ തമ്മിൽ കൂട്ടിമുടുന്ന പോയിന്റ് എന്ന് പറയുന്നത് പുതിയത് E1 ആണ്, പുതിയ ഇക്വിലിബ്രിയം പോയിന്റ്. നോക്കിക്കഴിഞ്ഞേ പ്രൈസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഇല്ല. ബട്ട് ക്വാണ്ടിറ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ക്യൂവിൽ നിന്ന് Q1 ആയിട്ട് കുറയുകയാണ് ചെയ്തത്. സോ ഡിമാൻഡും സപ്ലൈയും ലെഫ്റ്റ് വേർഡിലേക്ക് ഒരുമിച്ച് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം, ഇക്വിലിബ്രിയം പ്രൈസിന് ഒരു മാറ്റം ഉണ്ടാവില്ല, അൺചേഞ്ച്ഡ് ആയിരിക്കും, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കുറയും. അടുത്തത്, ഡിമാൻഡ് കർവ് റൈറ്റിലേക്കും സപ്ലൈ കർവ് ലെഫ്റ്റിലേക്കും. ഡിമാൻഡ് കർവ് നോക്കിക്കേ, റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, സപ്ലൈ കർവ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇവർ തമ്മിൽ കൂട്ടിമുടുന്ന അടുത്ത ഇക്വിലിബ്രിയം പോയിന്റ് ആണ് E1 എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി രണ്ട് ഇക്വിലിബ്രിയം പോയിന്റിലും സെയിം ആണ്, ബട്ട് ഇക്വിലിബ്രിയം പ്രൈസ് ഇവിടെ കൂടുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത്, ഡിമാൻഡ് കർവ് റൈറ്റിലേക്കും സപ്ലൈ കർവ് ലെഫ്റ്റിലേക്കും മാറുകയാണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അൺചേഞ്ച്ഡ് ആയിരിക്കും, ഒരു മാറ്റവും ഉണ്ടാകില്ല. ബട്ട് ഇക്വിലിബ്രിയം പ്രൈസ് കൂടും. ഡിമാൻഡ് റൈറ്റിലേക്കും സപ്ലൈ ലെഫ്റ്റിലേക്കും മാറുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് 6, സപ്ലൈ L,
ആവുകയാണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിക്ക് ഒരു മാറ്റവുമില്ല, ഇക്വിലിബ്രിയം പ്രൈസ് കൂടും. ഇതിന്റെ അടുത്ത ഓപ്പോസിറ്റ് ആണ് അടുത്തത് വരുന്നത്. എന്താണ്? ഡിമാൻഡ് ലെഫ്റ്റിലേക്കും സപ്ലൈ റൈറ്റിലേക്കും എന്ത് മാറ്റമായിരിക്കും? നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഡിമാൻഡ് ലെഫ്റ്റിലേക്കും സപ്ലൈ റൈറ്റിലേക്കും ആണെങ്കിൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിക്ക് ഒരു മാറ്റവുമില്ല, ബട്ട് ഇക്വിലിബ്രിയം പ്രൈസ് എന്ത് ചെയ്യും? കുറയും. ജസ്റ്റ് ഓപ്പോസിറ്റ്. ഒന്ന് പഠിച്ചു വെച്ചാൽ അടുത്തത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കി നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി നോക്കി പഠിക്കുക. അല്ലാതെ ഇത് പഠിക്കാനായിട്ട് വേറെ ട്രിക്ക് ഒന്നും ഇല്ല. വരച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. കൃത്യമായിട്ട് വരച്ചു നോക്കി കഴിഞ്ഞാലും മക്കൾക്ക് ക്ലിയർ ആകും. എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. എക്സാമിൻ ദ എഫക്ട് ഓഫ് ദ ഫോളോയിങ് ഓൺ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. താഴെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിനെയും പ്രൈസിനെ എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ഡയഗ്രാം വരച്ച് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് ഷിഫ്റ്റ് റൈറ്റ് ഇൻ ദ സെയിം പ്രൊപ്പോർഷൻ. ഡിമാൻഡും സപ്ലൈയും റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിക്ക്, എന്താണ് ഇക്വിലിബ്രിയം പ്രൈസിന് സംഭവിക്കുന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. മക്കളെ നോക്കിക്കേ, ബോത്ത് ഡിമാൻഡും ബോത്ത് സപ്ലൈയും റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ബോത്ത് ഡിമാൻഡ് എന്ത് ചെയ്തു? റൈറ്റ് വേർഡിലേക്ക്. സപ്ലൈ എന്ത് ചെയ്തു? റൈറ്റ് വേർഡിലേക്ക്. എന്താ സംഭവിച്ചത്? ഇക്വിലിബ്രിയം പ്രൈസിന് ഒരു മാറ്റവുമില്ല, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കൂടും. So when both demand curve and supply curve shift എന്താണ്? right towards, equilibrium price will increase or decrease or remain unchanged. കൂടാം കുറയാം, അൺചേഞ്ച്ഡ് ആയിട്ട് ഇരിക്കാം. എന്താണ്? അൺചേഞ്ച്ഡ് ആണ്, ഒരു മാറ്റമില്ല, കോൺസ്റ്റന്റ് ആയിരിക്കും. ബട്ട് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ത് ചെയ്യും? കൂടും. ഫസ്റ്റ് കണ്ടീഷൻ സെറ്റ് ആയോ? അടുത്തത് ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, വരച്ചു നോക്കി കൃത്യമായിട്ട് കണ്ടുപിടിക്കാം. ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ലെഫ്റ്റ്. ഡിമാൻഡ് കർവ് ലെഫ്റ്റിലേക്കും സപ്ലൈ റൈറ്റിലേക്കും സെയിം പ്രൊപ്പോർഷന് ഷിഫ്റ്റ് ചെയ്യാണ്. ഡിമാൻഡ് ലെഫ്റ്റിലേക്കും സപ്ലൈ റൈറ്റിലേക്കും. നോക്കിക്കേ, ഡിമാൻഡ് ലെഫ്റ്റിലേക്കും സപ്ലൈ റൈറ്റിലേക്കും. നോക്കിക്കേ, ഡിമാൻഡ് നോക്കിക്കേ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, സപ്ലൈ നോക്കിക്കേ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇവര് പുതിയ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇതാ E1 ആണ്, പുതിയ ഇക്വിലിബ്രിയം പോയിന്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിക്ക് ഒരു മാറ്റവുമില്ല, ഇക്വിലിബ്രിയം പ്രൈസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. So when demand curve shift to leftward and supply curve shift to rightward, equilibrium price in എന്താ സംഭവിക്കുന്നത്? Equilibrium price will decrease, equilibrium quantity remain constant. Okay ആയില്ലേ? ഇനി ഇങ്ങനെ അല്ലാതെ ചോദ്യം ചോദിക്കാം. ഇങ്ങനെ നോക്കിക്കേ, total quantity of fish supplied in the market is affected as a result of the announcement of trolling ban during the months of June, July by the government. Graphically illustrate its effect on equilibrium price and equilibrium quantity of fish bought and sold in this season. എന്താ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഫിഷ് അല്ലെ. ട്രോളിംഗ് ബാൻ. എന്താണ് ട്രോളിംഗ് എന്ന് പറയുന്നത്? ഈ മഴ അധികമാകുമ്പോഴത്തേക്കും, കാറ്റ് ശക്തമാകുമ്പോഴത്തേക്കും നമുക്ക് മീൻ പിടിക്കാൻ വേണ്ടി കടലിലേക്ക് പോകാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? ഗവൺമെന്റ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. നമുക്ക് മീൻ വാങ്ങിക്കാൻ വേണ്ടി പോകാൻ പറ്റത്തില്ല. അത് ജൂൺ ജൂലൈ മാസങ്ങളാണ് ഉണ്ടാവുന്നത്. സോ നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഗവൺമെന്റ് ട്രോളിംഗ് ബാൻ കൊണ്ടുവന്നു, അതായത് ട്രോളിംഗ് നിരോധനം കൊണ്ടുവന്നു. അപ്പോ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഫിഷിന്റെ ക്വാണ്ടിറ്റി സപ്ലൈഡിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? അതെന്ത് ചെയ്യുക? ഗ്രാഫിക്കലി ഇല്ലിസ്ട്രേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇക്വിലിബ്രിയം പ്രൈസിനും ക്വാണ്ടിറ്റിക്കും എന്താണ് സംഭവിക്കുന്നത് ആ സമയത്തുനിന്ന് കണ്ടുപിടിക്കാം. നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാല് ട്രോളിംഗ് നിരോധനമാണ്, കടലിലേക്ക് പോവാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഫിഷിന്റെ എന്ത് കുറയും? സപ്ലൈ കുറയും. സപ്ലൈ കുറയാണെങ്കിൽ സപ്ലൈ എങ്ങോട്ടാ ഷിഫ്റ്റ് ആവുക? സപ്ലൈക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഡൗൺ ആണെങ്കിൽ നമ്മൾ താഴേക്കാ പോവാ. ബട്ട് സപ്ലൈ അങ്ങനെയല്ല. സപ്ലൈ കുറച്ച് ഡൗൺ ആവുകയാണെങ്കിൽ സപ്ലൈ നേരെ മുകളിലേക്കാണ് പോവുക. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ സപ്ലൈ കുറയുകയാണെങ്കിൽ സപ്ലൈ അപ്വേർഡ് ഷിഫ്റ്റ് ആണ് ചെയ്യുക, ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് ചെയ്യുക. കത്തിയോ? അപ്പം ഇവിടെ ഫിഷിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു, അതായത് കടലിൽ പോകാൻ പറ്റുന്നില്ല, മീൻ പിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? മാർക്കറ്റിലുള്ള ഫിഷിന്റെ ക്വാണ്ടിറ്റി കുറയും എന്നിരിക്കെ എന്താ സംഭവിക്കുക? സപ്ലൈ എന്ത് ചെയ്യും? ലെഫ്റ്റ് വേർഡ് അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ സപ്ലൈ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇക്വിലിബ്രിയം പ്രൈസ് കൂടും, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ത് ചെയ്യും? കുറയും. ക്വാണ്ടിറ്റി കുറയും, ഒബ്വിയസ്ലി ക്വാണ്ടിറ്റി കുറയും അല്ലെ. ഇപ്പൊ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇവിടെ കുറയും, ഇക്വിലിബ്രിയം പ്രൈസ് ഇവിടെ കൂടും. കാരണം മീനില്ല, ക്വാണ്ടിറ്റി കുറയും. ക്വാണ്ടിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത്? മീൻ വാങ്ങാനുള്ള ഡിമാൻഡ് കൂടൂലേ. ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇക്വിലിബ്രിയം പ്രൈസ് കൂടൂലേ. അങ്ങനെ ആലോചിച്ചാൽ മതി. പ്രൈസ് കൂടും, സാധനത്തിന്റെ വില കൂടും.
പക്ഷെ സാധനം ഇല്ല, അപ്പൊ ക്വാണ്ടിറ്റി ഡിക്രീസ്. അങ്ങനെ ആലോചിച്ചാൽ മതി. സപ്ലൈ കർവ് എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്യുക? ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് ചെയ്യുക, അപ്വേർഡ് ഷിഫ്റ്റ് ആണ് ചെയ്യുക. ഇക്വിലിബ്രിയം പ്രൈസ് ഇവിടെ കൂടുകയും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇവിടെ കുറയുകയും ചെയ്യും. ഇങ്ങനെയായിരിക്കും ചോദ്യം വരിക. ഇത് കുറച്ച് കറക്റ്റാ ചോദിച്ചിരിക്കുന്നത്, ഡയറക്റ്റ് ഒന്നും അല്ല. കൃത്യമായിട്ട് ആലോചിക്കാതെ നിങ്ങൾക്ക് ആൻസറും കിട്ടത്തില്ല. സോ ഇങ്ങനെ ചോദ്യം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന സൂപ്പർ 30ലും മിനി മാരത്തോണിലും മെഗാ മാരത്തോണിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. എല്ലാത്തിലും മക്കള് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക, പബ്ലിക് എക്സാമിന് ഫുൾ മാർക്ക് നേടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.